Hello students, welcome to the fifth session of our second module. Students, today so far we have completed the topic called friction in the second module. Now we will move to the topic called parallel coplanar forces. So parallel coplanar forces. Actually, we have discussed about coplanar forces in your first module itself, right? We saw how to solve the problems with the coplanar forces. For example, we have taken the example for ladder, right? ലാഡറിലെ കോപ്ലാനാർ ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അവിടെ നമുക്ക് സിഗ്മ എഫ് ഓഫ് എക്സ് ആക്ച്വലി സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വേണം, സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 വേണം, സിഗ്മ എം ഈസ് ഈക്വൽ ടു 0, അതായത് മൊമെൻറ്റ് എബൌട്ട് എനി പോയിൻറ്റ് ഷുഡ് ബി 0. ഇപ്പോൾ ഇത്രയും 3 ഇക്വേഷൻസ് യൂസ് ചെയ്താൽ നമുക്ക് അവിടെ ഈ കോപ്ലാനാർ ഫോഴ്സസിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഫോഴ്സിന് ഫോഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ ഫോഴ്സ് ആൻഡ് കപ്പിൾ. ഒരു ഫോഴ്സിനെ ഒരു ഫോഴ്സും കപ്പിളുമായിട്ട് മാറ്റാനുള്ള ഒരു റിസൊല്യൂഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. റിസോൾവിങ് എ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആൻഡ് കപ്പിൾ, അതും പഠിച്ചതാണ്. പിന്നെന്താണ് കപ്പിൾ എന്താണെന്ന് അറിയാം അല്ലേ. കപ്പിൾ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. കാരണം ഇപ്പോൾ ഒരു പാരലൽ ഫോഴ്സ് ഇങ്ങനെയുള്ള ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അറ്റ് എ പർട്ടിക്കുലർ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, ഇഫ് ദിസ് ഈസ് എഫ് ആൻഡ് അഗെയിൻ ദിസ് ഈസ് എഫ്, similar in same in magnitude but opposite direction and parallel, and if the distance between them is d, this will produce a couple, and couple is the couple will be f into d, right? F into d. So ഇതും പഠിച്ചു കഴിഞ്ഞാണ്. പിന്നെ നമ്മൾ റിസൾട്ടൻ്റ് ഓഫ് കോപ്ലാനാർ ഫോഴ്സസ് അത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചാണ്. അപ്പോൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ യു ഷുഡ് ഗോ ബാക്ക് ടു ദോസ് വീഡിയോസ് ആൻഡ് വാച്ച് ഇറ്റ് അഗെയിൻ. കാരണം ആ ടോപ്പിക്ക് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെ സെക്കൻഡ് മൊഡ്യൂളിലും അത് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ആക്ച്വലി അത് സെക്കൻഡ് മൊഡ്യൂളിലാണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്, പക്ഷേ ഞാനത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ കവർ ചെയ്തതാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ മാത്രം മതിയായിരുന്നു, സെക്കൻഡ് മൊഡ്യൂളാണ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഓക്കെ, യു ഷുഡ് ഗോ ബാക്ക് ടു ദോസ് വീഡിയോസ് അഗെയിൻ, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിസൾട്ടൻ്റ് ഓഫ് പാരലൽ ഫോഴ്സസ് ആണ്. റിസൾട്ടൻ്റ് ഓഫ് പാരലൽ ഫോഴ്സ്. Resultant of parallel forces. Suppose we have two parallel forces like this, okay, F1 and F2. Okay, so the resultant is nothing but F1 plus F2. Just add the magnitude of the two forces. Since both forces are in same direction, even though they are not concurrent, they are parallel to each other, resultant will be F1 plus F2. Similarly, if this is a force F1 and parallel to F1 another force F2, but they are opposite in direction, so R will be F1 minus F2. Resultant of these two forces will be F1 minus F2. ഇങ്ങനെയാണ് ഈ റിസൾട്ടൻസ് കാണുക. അതേപോലെ തന്നെ ഈ റിസൾട്ടൻ്റ് കാണുമ്പോൾ ഈ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നു. Resultant acts at which position? Position is unknown. Accepts. എവിടെയാണ് ഈ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് ഈ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണ്? സാധാരണ ഇപ്പോൾ ഒരു കൺകറൻറ്റ് ഫോഴ്സ് F1 F2 ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് വിൽ ഓൾവേസ് പാസ് ത്രൂ ദി ഇൻ്റർസെക്ഷൻ ഓഫ് F1 ആൻഡ് F2 അല്ലേ. ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ പാരലൽ ഫോഴ്സിൽ F1 ഉണ്ട്, F2 ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് അതിൻ്റെ സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ്, അതാണ് സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. അതെവിടെയാണെന്ന് കാണേണ്ടി വരും. ഈ സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സസ് എന്താണ്? ഇറ്റ് ഈസ് ദ പോയിന്റ് through which
റിസൾട്ടൻ്റ് ഓഫ് ദോസ് ഫോഴ്സസ്, ആ ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് പാസ് ചെയ്യുന്ന ഫോഴ്സസ് പാസസ് ത്രൂ. ഓക്കെ, അതാണ് സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുക എന്നുള്ളത് ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഇത് കാണുക? F1 F2 എന്നുള്ള രണ്ട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ, സപ്പോസ് R is the resultant, R will be somewhere, അതായത് സപ്പോസ് ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി, അങ്ങനെയാണെങ്കിൽ എനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാണും? അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു പോയിൻ്റ് സീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാണുന്നു? മൊമെൻ്റ് കാണുന്നു. സിഗ്മ എം അബൌട്ട് സി. സിഗ്മ എം അബൌട്ട് സി എന്ന് വെച്ചാൽ, സപ്പോസ് F1 സിയിലേക്കുള്ള ഡിസ്റ്റൻസ് D1 ആണ്, F2 അതായത് ഈ ഡിസ്റ്റൻസ് D1, ഈ ഡിസ്റ്റൻസ് D2 ആണെങ്കിൽ F1 ഇൻറ്റു ഡി ആണ് F1 ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ബേസ്ഡ് ഓൺ സി. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും, അത് പോസിറ്റീവ് എടുത്താൽ മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. മൈനസ് F2 ഇൻറ്റു ഇത് D2 F2 ഇൻറ്റു D2. ഇതാണ് എന്ത്? സിഗ്മ എം സി. അപ്പോൾ നമുക്ക് വെരിഗ്നസ് തിയറം പ്രകാരം ഈ റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന റിസൾട്ടൻ്റ് ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു സിഗ്മ എം സി ആയിരിക്കണം. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റെ വാല്യൂ അറിയാം, സിഗ്മ എം സി അറിയാം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റിൽ നിന്ന് പോയിൻ്റ് സിയിലേക്കുള്ള ഡി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നതിട്ട് യു ഗെറ്റ് മോർ ഐഡിയ, എ ക്ലിയറർ ഐഡിയ. ഓക്കെ, സപ്പോസ് ഒരു ബീമുണ്ട്, റൈറ്റ്? ഒരു ബീമുണ്ട് and you got different forces acting on this beam. Like ഒന്നാമത്തത് ഒരു 6 ന്യൂട്ടൺ ഫോഴ്സ് താഴേക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, 12 ന്യൂട്ടൺ again, and a 4 ന്യൂട്ടൺ upward and an 8 ന്യൂട്ടൺ downward. ഇതൊക്കെ എന്താണ്? പാരലൽ ഫോഴ്സസ് ആണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഒന്നാമത്തത് 2 മീറ്റർ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ, ഈ ഡിസ്റ്റൻസ് 3 മീറ്റർ, ഈ ഡിസ്റ്റൻസ് this distance 2 meter, and final this distance is 4 meter. Okay, so this is a parallel force system acting on some beam or lever. So determine the magnitude and position of the resultant. Magnitude of resultant should be found out, and similarly position of the resultant also should be found. So how can we do? So resultant is nothing but resultant can be found out like since 6 Newton and 12 Newton and 8 Newton act downwards, you just take it as negatives. അതായത് ഞാൻ ഇപ്പോൾ ഇത് 3 താഴേക്കായതുകൊണ്ട് ഞാൻ താഴേക്കുള്ളത് പോസിറ്റീവ് എടുത്തു. അതായത് 6 + 12 മുകളിലേക്കുള്ള 4 മൈനസ് എടുത്തു, -4 + 8, ഇത് ഇറ്റ് വിൽ ഗെറ്റ് yield you some 22 ന്യൂട്ടൺ ആക്ടിങ് ഡൗൺവേർഡ്സ്, പോസിറ്റീവ് അല്ലല്ലേ, അപ്പോൾ ഇറ്റ് മീൻസ് ഡൗൺവേർഡ്സ്. അതായത് ഒരു സംവർ ഹിയർ, എവിടെയാണെന്നറിയില്ല, എന്താണ് നെറ്റ് റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ ഒരു 22 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. എവിടെയാണെന്നറിയില്ല, പൊസിഷൻ അറിയില്ല. ഓക്കെ, പൊസിഷൻ ഈസ് അൺനോൺ. പക്ഷെ ഞാൻ ഈ പോയിൻ്റ് എ എന്ന് എടുത്തു. ഓക്കെ, ഈ പോയിൻ്റ് എ എന്ന് ഈ റിസൾട്ടൻ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി എന്നെടുത്തു. ഓക്കെ, ഡി ഡിസ്റ്റൻസ് ഈസ് ഡി, അതവിടെ വെക്കുക. പിന്നെ എനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? സിഗ്മ എം, അത് മൊമെൻ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് എബൌട്ട് ദ പോയിൻ്റ് എ, അതിൻ്റെയൊക്കെ സമ്മേഷൻ എന്തായിരിക്കണം? ആർ ഇൻറ്റു ഡി ആയിരിക്കണം. അപ്പോൾ സിഗ്മ എം എ എന്ന് വെച്ചാൽ ഒന്നാമത്തത് മൈനസ് എന്താണ് 6 അല്ലേ, 6 ഇൻറ്റു 2 അല്ലേ, 6 ന്യൂട്ടൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ മൊമെൻ്റ്.
ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് അപ്പോൾ 6 × 2 കാരണം ഞാൻ ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആയിട്ട് എടുത്തു. ക്ലോക്ക് വൈസ് നെഗറ്റീവ് കാരണം 6 × 2 ക്ലോക്ക് വൈസ് ആണ് ഉണ്ടാവുക. അതേപോലെ അഗൈൻ 12 ഇൻറ്റു എന്താണ് 12 ഉണ്ട്. എനെ ബേസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 2 + 3 5 അല്ലേ, 2 + 3 5. അങ്ങനെയാണെങ്കിൽ അഗൈൻ അത് നെഗറ്റീവാണ്. 12 ന്യൂട്ടൺ ഇൻറ്റു 5. സിമിലർലി മറ്റത് പോസിറ്റീവ് F4 ന്യൂട്ടൺ ആണ്, കാരണം അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ബേസ്ഡ് ഓൺ പോയിന്റ് എ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇൻറ്റു ഡിസ്റ്റൻസ് എന്തായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്? ടോട്ടൽ ഡിസ്റ്റൻസ് 2 + 3 + 2 that is 7. Again final one is 8 Newton into 11. So you will get a sigma MA as minus 132 Newton meter. It means clockwise minus 132. Okay, 132 Newton meter. That is സൈൻ മൈനസ് ആയതുകൊണ്ട് അത് ക്ലോക്ക് വൈസ് ആണെന്ന് മനസ്സിലായി അല്ലേ, ക്ലോക്ക് വൈസ്. So sigma MA should be equal to resultant into D അല്ലേ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 22 ന്യൂട്ടൺ ആണ് അല്ലേ. 22 ന്യൂട്ടൺ ഇൻറ്റു ഡി ഷുഡ് ബി ഈക്വൽ ടു -132. പക്ഷേ നമ്മൾ ഈ 22 ന്യൂട്ടൺ നമ്മൾ ഇതെടുത്തത് ഇവിടെ ഇങ്ങനെയാണ് എടുത്തത്. അതായത് എനെ ബേസ് ചെയ്തിട്ട് 22 ന്യൂട്ടൺ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിക്കുന്ന രീതിയിലാണ് എടുത്തത്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തതാണ്. നമുക്കറിയില്ല എവിടെയാണ് ആക്ട് ചെയ്യുന്നത് അറിയില്ല, നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തു. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് അസ്യൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇത്. അപ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആയതുകൊണ്ട് ഡിയുടെ വാല്യൂ യു വിൽ ഗെറ്റ് അറ്റ് 6 മീറ്റർ. ഡിയുടെ വാല്യൂ 6 മീറ്റർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡിയുടെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് നിങ്ങളുടെ അസംഷൻ കറക്റ്റ് ആണെന്ന് പറയാം. If you are getting negative value, your assumption of direction is wrong. അപ്പോൾ അതിൻ്റെ നേരെ റോങ് ഓർ ഓപ്പോസിറ്റ് എന്ന് പറയും. റോങ് അല്ല, എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡി ഉണ്ടാവുക. ഡി ഇപ്പോൾ എ എന്ന് റൈറ്റിലേക്കാണ് നമ്മൾ എടുത്തത് അല്ലേ, എ എന്ന് റൈറ്റിലേക്ക്. പക്ഷേ ഡി നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ എ എന്ന് ലെഫ്റ്റിലേക്കായിരിക്കും. എ എന്ന് ലെഫ്റ്റിലേക്ക് 6 മീറ്റർ ആയിരിക്കും അതിൻ്റെ മീനിങ്. അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക ലെറ്റ് റിസൾട്ടന്റ് ബി ആക്ടിങ് അറ്റ് റൈറ്റ് സൈഡ് ഓഫ് എ. എവിടെയാണെന്ന് അറിയില്ല, എയുടെ റൈറ്റ് സൈഡിലാണ്. എയുടെ റൈറ്റ് സൈഡിൽ താഴേക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെന്ന് അറിയാം. അപ്പോൾ എയുടെ റൈറ്റ് സൈഡിൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന മൊമെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഡി പോസിറ്റീവ് ആണെങ്കിൽ യുവർ അസംഷൻ ഈസ് റൈറ്റ്, അല്ലെങ്കിൽ യുവർ അസംഷൻ ഈസ് റോങ് ഇൻ ദ സെൻസ് എടുത്ത ഡയറക്ഷൻ നേരെ തിരിഞ്ഞു പോയി. അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഡി ലെഫ്റ്റിലേക്കാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ മീൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് ഓഫ് 22 ന്യൂട്ടൺ ആക്ട്സ് downwards at a distance of 6 meter from point A. എന്നൊരു 6 മീറ്റർ ദൂരത്തിൽ എയുടെ റൈറ്റ് സൈഡിലേക്ക് ഒരു 6 മീറ്റർ ഡിസ്റ്റൻസിൽ 22 ന്യൂട്ടൺ താഴേക്കാണ് റിസൾട്ടൻ്റ് ആക്ട്. ഓക്കെ, സോ വിൽ ഡു അനദർ പ്രോബ്ലം. ഓക്കെ, suppose this is another beam. Suppose this point is A and some 20 Newton is acting upward at a distance 0.6 meter. Another force F is acting downwards, and here at this end the force 30 Newton is acting upward, and the resultant of all these forces are, so this is the resultant R of all these three forces, and it is equal to 12.5 Newton. Okay,
Okay, and the distance between these two forces is 3.4 meter. 3.4 meter. And distance between resultant and A, the point A is D is equal to 3 meter. So you have to find out the find out this force. F should be found out, and you should also find the distance at which F acts. അപ്പോൾ ആദ്യം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എന്ത് ചെയ്താൽ മതി. സോ റിസൾട്ടൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു സിഗ്മ ഓർ സമ്മേഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് എഫ്, റൈറ്റ്. അപ്പോൾ അപ്വേർഡ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു, ഫോഴ്സിനെ അപ്വേർഡ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് 12.5 പോസിറ്റീവാണ്, കാരണം അത് അപ്വേർഡാണ്. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 20 മൈനസ് എഫ്, കാരണം എഫ് താഴേക്കാണ്, പ്ലസ് 30. അങ്ങനെയാണെങ്കിൽ എഫ് 30 അല്ലേ, എഫ് പ്ലസ് 30. അങ്ങനെയാണെങ്കിൽ എഫ് ക്യാൻ ബി 50 മൈനസ് 12.5 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സം 37.5 ന്യൂട്ടൺ, റൈറ്റ്. 37.5 ന്യൂട്ടൺ ആണ് ഈ മിസ്സിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. Now we should apply Verignes theorem. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നു Verignes theorem. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അതായത് സിഗ്മ of all the moments about point A should be equal to R into D. അതായത് എം എന്നുള്ളത് എന്താണ്, എം എന്നുള്ളത് 20 into 0.06 അല്ലേ. ഓക്കെ, 20 ന്യൂട്ടൺ ഇൻറ്റു 0.06. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുത്തു ഞാൻ, സൈൻ കൺവെൻഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ട് എടുത്തു. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. അങ്ങനെ 20 ഇൻറ്റു, അപ്പോൾ നിങ്ങളെപ്പോഴും സൈൻ കൺവെൻഷൻ എഴുതി വെക്കുന്നത് നിങ്ങളെ സൈൻ കൺവെൻഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ യു ഷുഡ് സ്റ്റിക്ക് ഓൺ ടു ദ വാട്ട് എവർ ദ സൈൻ കൺവെൻഷൻ യു ഹാവ് ചൂസൺ. You should stick on to that sign conventions until you solve the problem. അപ്പോൾ അതിൻ്റെ ഇടയിൽ സൈൻ കൺവെൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ 20 ഇൻറ്റു 0.6 ആണ് ആദ്യത്തെ ഫോഴ്സിൻ്റെ മൊമെൻറ്റ്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ട് അത് പോസിറ്റീവാണ്. ഇനി 30 എന്നുള്ള ഫോഴ്സ് അഗെയിൻ അതും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഉണ്ടാക്കുക. അതുണ്ടാക്കുന്ന അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ലെങ്ത്ത് 3.4 ആണ്, ഈ ലെങ്ത്ത് 0.6 ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ്? 30 ന്യൂട്ടൺ ഏനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ എന്ത് ടോട്ടൽ ലെങ്ത്ത് എടുക്കണം, അത് എത്രയായിരിക്കും? അത് 4 ആണ് അല്ലേ. 4 മൈനസ് പിന്നെന്താണ്, ഫോഴ്സ് താഴേക്കല്ലേ. ഫോഴ്സ് താഴേക്കാണെങ്കിൽ ക്ലോക്ക് വൈസ് നെഗറ്റീവ്. ഫോഴ്സ് ഇൻറ്റു ഹൗ മച്ച് എക്സ് അറിയില്ല, ഫോഴ്സ് ഇൻറ്റു എക്സ്. അപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ 37.5 ആണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. 37.5 ഇൻറ്റു എക്സ്, കാരണം ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എടുത്തു. എക്സ് അതാണ് അൺനോൺ എക്സ് ഷുഡ് ബി ഈക്വൽ ടു ആർ ഇൻറ്റു ഡി. ആർ എന്ന് വെച്ചാൽ 12.5 ആണ്. അപ്വേർഡ് ആയതുകൊണ്ട് അത് ക്ലോക്ക് വൈസ് ആയിരിക്കും തരിക. ഇൻറ്റു ഡി എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അപ്പോൾ യു ഷുഡ് സോൾവ് ദിസ് ഇക്വേഷൻ, ആൻഡ് by solving this equation you will obtain x as 4.5296 മീറ്റർ. അതായത് ഈ മിസ്സിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 37.5 ന്യൂട്ടൺ അപ്വേർഡ്സ് ആണ്, ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് 4.5296 meter from the point A. So this is how you solve the problems related to parallel coplanar forces. അപ്പോൾ ഇതൊക്കെ പാരലൽ ഫോഴ്സിൽ വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് പാരലൽ ഫോഴ്സ്. അപ്പോൾ പാരലൽ ഫോഴ്സ് എൻ്റെ പൊസിഷനൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ മൊമെൻറ്റിൻ്റെ തിയറം, വെരിഗ്നസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. റിസൾട്ടൻ്റ് കാണുന്നത് ഡയറക്റ്റ്ലി സമ്മേഷൻ അൾജിബ്രിക് സമ്മാണ്. അതായത് താഴേക്കാണെങ്കിൽ നെഗറ്റീവ്, മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്. സൈൻ കൺവെൻഷൻ എടുത്തിട്ട് സം ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ കപ്പിളിലേക്ക് പോകാം. ഈ കപ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ. കപ്പിൾ എന്ന് വെച്ചാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് F1
F2 if they are separated by distance d. പക്ഷേ ഈ കേസിൽ റിസൾട്ടൻ്റ് എന്താണ്? റിസൾട്ടൻ്റ് 0 ആണ്. കാരണം ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. കാരണം F1 ഈസ് ഈ മൈനസ് ഓഫ് F2, അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ റിസൾട്ടൻ്റ് 0 ആയിരിക്കും അല്ലേ. പക്ഷേ മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്താണ്? മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്ന് പറയുന്നത് F1 ഇൻറ്റു ഡി ഓർ F2 ഇൻറ്റു ഡി അല്ലേ, ഓർ F2 ഇൻറ്റു ഡി. അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ കാരണം ഈ കപ്പിൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ F1ൻ്റെ F2യുടെയും സപ്പോസ് ഇങ്ങനെയാണെങ്കിലോ, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ കപ്പിളുടെ ഡയറക്ഷൻ പഠിക്കാൻ ഡയറക്ഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയണം. ഓക്കെ. പിന്നെ എന്താണ്, ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ എന്നുള്ള ഒരു പോയിന്റിൽ. ഞാൻ കഴിഞ്ഞ മൊഡ്യൂളിൽ എടുത്ത സംഭവം തന്നെയാണ്. ആ ഫോഴ്സിനെ, എഫ് എന്നുള്ള ഫോഴ്സിനെ ഞാൻ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ അഗൈൻ ബിയിൽ ഒരു എഫ് ആഡ് ചെയ്യുക, ഇങ്ങോട്ടും ആഡ് ചെയ്യുക. ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് സെയിം പോയിന്റിൽ ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് എഫക്റ്റ് ഓൺ ദ ബോഡി 0 അല്ലേ. കാരണം എഫിൻ്റെ ഈ രണ്ട് എഫും ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നെറ്റ് എഫക്റ്റ് 0 ആയിരിക്കും. പക്ഷേ നോക്കാം, ഇനി ഞാൻ ഈ എഫും, അതായത് ഈ പർട്ടിക്കുലർ എഫിനും പകരം ഇത് രണ്ടും എന്തുണ്ടാക്കും? ഈ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ അതൊരു കപ്പിളല്ലേ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കാം, ഇതും ഒഴിവാക്കാം അല്ലേ. ഈ പോയിന്റ് എ അവിടെ തന്നെയുണ്ട്. അപ്പോൾ അതിന് പകരം ഇവിടെ ബിയിൽ എന്ത് ആഡ് ചെയ്താൽ മതി? ഒരു കപ്പിൾ മൊമെൻ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ. ഒരു കപ്പിൾ ആഡ് ചെയ്താൽ മതി. മൊമെൻ്റിൻ്റെ വാല്യൂ എന്താ? മൊമെൻ്റ് ഓഫ് ദാറ്റ് കപ്പിൾ വിൽ ബി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി. ഡി ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് എ ആൻഡ് ബി. അപ്പോൾ ഒരു ഫോഴ്സിന് നമുക്ക് ഒരു ഫോഴ്സായിട്ടും ഒരു കപ്പിളായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ. റൈറ്റ്. നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അഗൈൻ ഒരു ബീമുണ്ട്. സപ്പോസ് ഇവിടെ ഒരു 120 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. 120 ന്യൂട്ടൺ. ആൻഡ് ഇവിടെ ഒരു 180 ന്യൂട്ടൺ ഉണ്ട്. ഇവിടെ ഒരു 100 ന്യൂട്ടൺ ഉണ്ട്. ഇവിടെ ഒരു 30 ന്യൂട്ടൺ. ഇത് ബീമാണ്. ഒരു 30 ന്യൂട്ടൺ ഉണ്ട്. ദിസ് ഈസ് എ ബി സി ഡി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി is 2 meter, BC is 1.5 meter and this is 3.5 meter. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടതെന്ന് വെച്ചാൽ ഡിറ്റർമിൻ ദ റിസൾട്ടൻ്റ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ ഫ്രം എ. റിസൾട്ടൻ്റ് ഓഫ് ദ സിസ്റ്റം and its location ഫ്രം എ. അത് കാണണം. അതെങ്ങനെ കാണും? മതി. റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ വാല്യൂ ആണ്. റിസൾട്ടൻ്റ് അപ്വേർഡ് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു -120 + 180 + 100 -30 and this value, if you add this, you will get 130, positive 130 Newton. It means upward അല്ലേ, upward ആണെങ്കിൽ ഒരു പോസിറ്റീവ് 130 അപ്വേർഡ് എന്നിട്ട് പോസിറ്റീവ് 130. ഇതെവിടെയാണെന്ന് അറിയില്ല. പക്ഷേ സപ്പോസ് ഇത് എ എന്നുള്ള ഡിസ്റ്റൻസ് ഡി ആണെന്ന് അസ്യൂം ചെയ്യാം. ഞാൻ എയുടെ റൈറ്റ് സൈഡിലാണ് എടുത്തത്. ഓക്കെ, ഡി ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ now you have to apply in the variance theorem. അപ്പോൾ സിഗ്മ മൊമെൻ്റ് അബൌട്ട് എ എടുക്കാം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. എടുത്തു കഴിഞ്ഞാൽ 180
ഒന്നാമത്തെ ഫോഴ്സ് എന്തുണ്ടാക്കില്ല, 120 ന്യൂട്ടൺ എയിൽ തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് മൊമെൻ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ ബാക്കി മൂന്നെണ്ണം നോക്കിയാൽ മതി. 180 ആണ് അല്ലേ, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും പോസിറ്റീവ്. പ്ലസ് അഗെയിൻ 100 എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതും പോസിറ്റീവ്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് 3.5 ആണ്. 30 താഴേക്കാണ്, അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും, അതുകൊണ്ട് നെഗറ്റീവ്. 30 × 7 ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു റിസൾട്ടൻ്റ് R×D. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 130 ന്യൂട്ടൺ അല്ലേ, 130 ന്യൂട്ടൺ ഇൻറ്റു D ആയിരിക്കണം. അത് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവായിട്ടാണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് DS 3.85 മീറ്റർ. 3.85 മീറ്റർ, അതായത് ഈ ഡിസ്റ്റൻസ് 3.85 മീറ്റർ എന്ന് കിട്ടും. റൈറ്റ്, 3.85 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈക്ക് ഇതിൻ്റെ ഈ പ്രോബ്ലത്തിൽ ഒരു എന്ന് വെച്ചാൽ ഈ പോയിന്റ് ബി, ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിന് നമ്മൾ ഒരു പിന്നെ ഒരു സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ അറ്റ് പോയിന്റ് ബി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഒരു സിംഗിൾ ഫോഴ്സും കപ്പിൾ അറ്റ് പോയിന്റ് ബി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബീമിനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു, അതായത് സെയിം ബീം ബി എന്നുള്ള പോയിന്റ്, ഇത് എ എന്നുള്ള പോയിന്റ് ഉണ്ട്, ഇവിടെ എന്ത് ബി എന്നുള്ള പോയിന്റ് ഉണ്ട്, സി എന്നുള്ള പോയിന്റ് ഉണ്ട്, ഡി എന്നുള്ള പോയിന്റ് ഉണ്ട്. ഈ ബി എന്നുള്ള പോയിന്റ് എത്രയാണ്, 2 മീറ്റർ ലെങ്ത്തിൽ. ഇവിടെ എന്ത് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യണം. റിസൾട്ടൻ്റ് അതായത് ഈ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സിനെ ജസ്റ്റ് ആ റിസൾട്ടൻ്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റണം. അപ്പോൾ അതിൻ്റെ മൊത്തം ഫോഴ്സ് ബിയിൽ മാത്രം ആക്ട് ചെയ്യുന്നത്, ഒരു ഫോഴ്സ് കപ്പിൾ സിസ്റ്റം അറ്റ് ബി, ഒരു ഫോഴ്സ് കപ്പിൾ സിസ്റ്റം, ഫോഴ്സ് ആൻഡ് കപ്പിൾ സിസ്റ്റം അറ്റ് ബി ആയിട്ട് മാറ്റണം. അതെങ്ങനെ മാറ്റാൻ പറ്റും? അപ്പോൾ ഈ ആർ ഷുഡ് ബി ആക്ടിങ് അറ്റ് ബി, അതായത് റിസൾട്ടൻ്റ് 130 ന്യൂട്ടൺ ബിയിൽ ആക്ട് ചെയ്യണം. അപ്പോൾ ബിയിൽ ആക്ട് ചെയ്യാം, പക്ഷേ എന്താ ചെയ്താൽ മതി, ഇവിടെ ഒരു മൊമെൻ്റ് കാണണം. മൊമെൻ്റ് അബൌട്ട് ബി സിഗ്മ എം ബി ഇവിടെ ആക്ട് ചെയ്യണം. അപ്പോൾ സിഗ്മ എം ബി എന്നുള്ളത് എന്താണ്, സിഗ്മ എം ബി അവിടെ ആക്ട് ചെയ്താൽ മതി. സിഗ്മ എം ബി വെച്ചാൽ ബീനെ ബേസ് ചെയ്തിട്ട് ഒരു കപ്പിൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് അഗൈൻ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഫിഗറിൽ ബീനെ ബേസ് ചെയ്തിട്ട് മൊമെൻ്റ് കാണണം. അപ്പോൾ 120 ന്യൂട്ടൺ ബീനെ ബേസ് ചെയ്തിട്ട് എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ 120 × 2 ഉണ്ട്, അതേപോലെ 100 × 1.5 ഉണ്ട്, ഇതും ആൻറ്റി ക്ലോക്ക് വൈസ്. പക്ഷെ 30 എന്താണ്, 30 1.5 + 3.5 5 ആണ്. 5 × 30 ക്ലോക്ക് വൈസ് ആണ്, -1. അപ്പോൾ എം ബി എന്ന് പറയുന്നത് 120 × 2 പോസിറ്റീവ് പ്ലസ് 100 × 1.5 അഗെയിൻ പോസിറ്റീവ് ബട്ട് -30 × 5 ബീനെ ബേസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു 240 ന്യൂട്ടൺ മീറ്റർ പോസിറ്റീവ് ആണ്. ഇറ്റ് മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു എം ബി, ഇത്രയും എം ബി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു മൊമെൻ്റ് ഇവിടെ ഉണ്ട്, ബിയിലൊരു മൊമെൻറ്റും കൂടെ, ബിയിലൊരു മൊമെൻ്റ് എന്താണ് 240 ന്യൂട്ടൺ മീറ്ററിൻ്റെ ഒരു മൊമെൻറ്റും കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഈ സെയിം സിസ്റ്റം തന്നെയായിരിക്കും, ഈ സെയിം സിസ്റ്റത്തിൻ്റെ എഫക്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു സിസ്റ്റത്തിന്. അതായത് ഇങ്ങനെയുള്ള 120 ന്യൂട്ടൺ, 180 ന്യൂട്ടൺ, 100 ന്യൂട്ടൺ, 30 ന്യൂട്ടൺ എന്നുള്ള 4 ഫോഴ്സസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻസ് തരുന്ന അതേ എഫക്റ്റ് ആയിരിക്കും ബി എന്നുള്ള ഒരു പോയിന്റിൽ റിസൾട്ടൻ്റ് 130 ന്യൂട്ടൺ അപ്വേർഡ്സ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 240 ന്യൂട്ടൺ മീറ്റർ എന്നുള്ള ബീമിൻ്റെയും എഫക്റ്റ് സെയിം ആയിരിക്കും, രണ്ടും സെയിം. അപ്പോൾ ആദ്യത്തെ അതേ ഒരു സിറ്റുവേഷൻ, ആദ്യത്തെ അതേ സിസ്റ്റം ഓഫ് ഫോഴ്സസിനെ ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ ഫോഴ്സ് ആൻഡ് കപ്പിൾ സിസ്റ്റം അറ്റ് എ പോയിന്റ് ബിയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. കൺവേർട്ട് ചെയ്തതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് പോയിന്റിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, റിസൾട്ടൻ്റ് കാണാം, എന്നിട്ട് ആ റിസൾട്ടൻ്റ് ഒന്നിച്ച് ഒരു മൊമെൻറ്റ് അബൌട്ട് വിച്ച് പോയിന്റ് വി ആർ കാൽക്കുലേറ്റ്, ഏത് പോയിന്റിലാണ് നമുക്ക് കപ്പിൾ കൊണ്ട് ആ പോയിന്റ് വെച്ചിട്ട് മൊമെൻറ്റ് കാണാം, എന്നിട്ട് അതവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് ചെയ്യുക. So thank you.